ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. മിക്ക ആൾക്കാർക്കും യൂബർ ഓടിയാൽ കൊള്ളാമെന്നുണ്ടാവും. പക്ഷെ അത് എങ്ങനെ ഓടണം? പുതിയ വണ്ടി ഓടണോ, പുതിയ വണ്ടി എടുക്കണോ, സെക്കൻഡ് ഹാൻഡ് എടുക്കണോ, റെൻ്റ് ഓടണോ, അത് ഫ്ലീറ്റിൽ ഓടണോ, കമ്മീഷൻ ബേസ് ഓടണോ എന്നൊക്കെ ഒത്തിരി ഡൗട്ട് ഉണ്ടാവും. പിന്നെ എല്ലാവർക്കുള്ള ഡൗട്ടാണ്, പലരോടും നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഓട്ടം കുറവാണ്, വണ്ടി എടുക്കണ്ട. അപ്പം ഇത്രയും മാസം ഞാൻ ഓടിയത്, അതിൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ശരിക്കും ഞാൻ ഇതിനെപ്പറ്റി എല്ലാവരോടും ചോദിക്കുമ്പോൾ ഒരു മിക്സഡ് ഒരു അഭിപ്രായമായിരുന്നു മൊത്തത്തിൽ. ആരോട് ചോദിച്ചാലും എല്ലാവരും നെഗറ്റീവായിട്ടൊരു ഇതാണ് കൂടുതൽ. 80% നെഗറ്റീവ് അഭിപ്രായം, 30% പോസിറ്റീവ് അഭിപ്രായം, അങ്ങനെയായിരുന്നു കൂടുതലും വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഓർത്തു, സ്വയം നമുക്കൊന്ന് ഓടി നോക്കി കാര്യങ്ങൾ തിരിച്ചറിയുന്നതായിരിക്കും നല്ലത് എന്നെനിക്കൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ പറയാം. ഞാനിപ്പോൾ ഓടുന്നത് കമ്മീഷൻ ബേസിലാണ്. അതായത് ഓടുന്ന ഓട്ടത്തിൻ്റെ CNG കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ 50-50 കമ്മീഷൻ ബേസ്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതുകൂടാതെ റെൻറ്റിനോടാം, അതുകൂടാതെ സ്വന്തം വണ്ടി എടുക്കാം. അത് പുതിയ വണ്ടി എടുക്കാം, സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാം. ഇനി ഒരു ആവറേജ് ഓട്ടത്തിൻ്റെ കാര്യം ഞാൻ പറയാം. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ പലർക്കും പല അഭിപ്രായമായിരിക്കും. അപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ കുറേ ടിപ്സ് ഉണ്ട്, ട്രിക്സ് ഉണ്ട്. എവിടെ കിടക്കണ ഓട്ടം, ചുമ്മാ എവിടെയെങ്കിലും കിടന്ന ഓട്ടം കിട്ടില്ല, അത് വേറെ കാര്യം. നമ്മുടെ അക്കൗണ്ടിൽ റേറ്റിങ്സും കാര്യങ്ങളും വേണം, നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിലുണ്ട്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ വണ്ടി എടുക്കണോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായമാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് പല അഭിപ്രായമുള്ളവരുണ്ടാവും. അപ്പം നിങ്ങളെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. എൻ്റെ അഭിപ്രായത്തിൽ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാതെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ മാക്സിമം ചെയ്യാൻ നോക്കാം. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ റെൻ്റ് എടുത്ത് ഓടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം റെൻ്റ് എടുത്ത് ഓടും വെറുതെ വണ്ടി റെൻ്റ് കൊടുക്കുന്ന ആൾക്ക് പൈസ കൊടുക്കാം എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയുള്ള ഒരാളാണെങ്കിൽ തൽക്കാലം കമ്മീഷൻ ബേസിൽ ഒരു മാസം പോയി കാര്യങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക. നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് വണ്ടി എടുക്കുക. അത് ഒരിക്കലും പുതിയ വണ്ടി എടുക്കണം എന്ന് ഞാൻ അഡ്വൈസ് ചെയ്തില്ല. പുതിയ വണ്ടി എടുക്കുന്നവർക്ക് പല കാരണങ്ങളുണ്ടാകും. പക്ഷേ എനിക്ക് ആ ഒരു കാരണങ്ങൾ ഒരിക്കലും അത് ശരിയായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതൊരു ചർച്ച വിഷയമാണ്. പല ആൾക്കാരും ഇത് കാണുന്നവർക്ക് പുതിയ വണ്ടി, ഈ വാഗണറൊക്കെ എടുത്ത് ഓടിക്കുന്നവരുണ്ട് പുതിയ വണ്ടി. എൻ്റെ അഭിപ്രായത്തിൽ അതൊരു മണ്ട തീരുമാനമാണ്. കാരണം ഈ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത്, വാഗണർ ഓടിയാൽ 4 ലക്ഷം രൂപ എടുത്തൊരു വാഗണർ ഓടിയാൽ കിട്ടുന്ന പൈസയും ഒരു 2.5 ലക്ഷം രൂപ എടുത്തൊരു ഇയോണോ ഒരു ഓൾട്ടോ 2020 മോഡൽ സെക്കൻഡ് ഹാൻഡ് എടുത്ത് ഓടുന്ന പൈസയും രണ്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആ പൈസയുടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ റിട്ടേൺ നോക്കണം. എൻ്റെ അഭിപ്രായത്തിൽ പുതിയ വണ്ടിക്ക് പലരും പല അഭിപ്രായം പറയുന്നത്, അതിൻ്റെ മെയിൻ 1 ലക്ഷം കിലോമീറ്റർ ഇത്ര ഇതാണ്, ഇത് CC അടച്ച് നമ്മുടെ സ്വന്തം മുതലാണ് എന്നൊക്കെ പലരും പല അഭിപ്രായം പറയും. എൻ്റെ അഭിപ്രായം, പുതിയ വണ്ടി എടുക്കുന്ന മണ്ടത്തരം. എടുക്കുവാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുക, റെൻ്റ് ഓടാതിരിക്കുക. കാര്യങ്ങൾ തൽക്കാലം പഠിക്കാൻ ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ എവിടെയെങ്കിലും കയറുക. കാര്യങ്ങൾ പഠിച്ച് നമ്മളിതിൽ സീരിയസ് ആണെങ്കിൽ മാത്രം വണ്ടി എടുക്കുക. പിന്നെ ഓട്ടത്തിൻ്റെ കാര്യം, ഓട്ടം ഇത് നമ്മളൊരു ബിസിനസ്സായിട്ട് കണക്കുവാണെങ്കിൽ ചില ദിവസം നല്ല ഓട്ടം ഉണ്ടാവും, ചില ദിവസം ഓട്ടം ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ആവറേജ് കണക്കാക്കുവാണെങ്കിൽ എനിക്കൊരു 2500, ഞാൻ വന്ന സമയത്ത് എൻ്റെ അക്കൗണ്ട് പുതിയ ആയിരുന്ന സമയത്ത് ഒരു ആവറേജ് ഒരു 3000 രൂപയുടെ ഓട്ടം എനിക്ക് എല്ലാ ദിവസവും ഉണ്ടാവും. അത് എല്ലാ ദിവസവും 3000 കിട്ടുമെന്നല്ല, ചില ദിവസം 4000 കിട്ടും, 4700 കിട്ടിയ ദിവസമുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം 1500 കിട്ടിയ ദിവസമുണ്ട്, 900 കിട്ടിയ ദിവസമുണ്ട്. പക്ഷേ ആവറേജ് നമ്മളൊരു 7 ദിവസം കണക്കെടുക്കുമ്പോൾ ഒരു 3000 രൂപ വെച്ച് ആവറേജ് ഉണ്ടാവും. ഇപ്പം അത് വന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം മെയിനായിട്ട് ഈ ഓട്ടോക്കാരെക്കാളും പൈസ കുറവാണ് ശരിക്കും നമ്മുടെ യൂബറിന്. ഓട്ടോക്കാരുടെ അത്രയും പൈസയേ ഉള്ളൂ ശരിക്കും യൂബർ ടാക്സിക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മളെപ്പോഴും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് ഓടുക. ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഞാനിത് ഒറ്റയടിക്ക് ഈ വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞത് ഒത്തിരി ലെങ്തി ആയിപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ബേസിക് ആയിട്ടുള്ള ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം വണ്ടി എടുക്കണോ, റെൻ്റ് ഓടണോ, കമ്മീഷൻ വ്യവസ്ഥ ഓടണോ എന്നാണ് ചോദിച്ചത് നമ്മുടെ ചോദ്യം.
അപ്പം അതിൻ്റെ അകത്ത് പുതിയ വണ്ടി എടുക്കണം, സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കണം. എൻ്റെ അഭിപ്രായത്തിൽ പുതിയ വണ്ടി എടുക്കുന്ന മണ്ടത്തര. പുതിയ വാഗണർ 7 ലക്ഷം രൂപ മുടക്കി മാസം 15,000 രൂപ 12,000 രൂപയൊക്കെ CC അടയ്ക്കുന്ന മഹാമണ്ടത്തരാണ് ഇന്നത്തെ കാലത്ത്. ഈ ഒരു സാഹചര്യത്തിൽ സെക്കൻഡ് ഹാൻഡ് ഒരു 2.5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ 2020 മോഡൽ വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. രണ്ട് വണ്ടിക്കും കിട്ടുന്ന പൈസ സെയിമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം തുടക്കം ഇനിഷ്യലി ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് നോക്കേണ്ടത്. വണ്ടി ഒത്തിരി കംപ്ലൈൻ്റ് ഉള്ള വണ്ടി ആകാതിരുന്നാൽ മാത്രം മതി. പിന്നെ റെൻ്റ് എടുത്ത് ഓടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഈ പറഞ്ഞ 2,500 കിട്ടാത്ത ദിവസം ഈ 700 1,500 കിട്ടുന്ന ദിവസം നമുക്ക് ഈ 900 രൂപ അല്ലെങ്കിൽ 600 റെൻ്റ് കൊടുത്ത് നമ്മുടെ ചിലവും കഴിഞ്ഞ്, പ്രത്യേകിച്ചും പുറത്തുനിന്നുള്ളവരായിരിക്കും ഇവിടെ കൂടുതൽ യൂബർ കൊടുക്കുന്നത്, ഒന്നും മിച്ചം ഉണ്ടാവില്ല. ഓട്ടോ ഇല്ലാത്ത ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കാര്യങ്ങൾ പഠിക്കാൻ കമ്മീഷൻ വ്യവസ്ഥയാണ് നല്ലത്. കാരണം ഓട്ടോ ഇല്ലെങ്കിലും നമുക്ക് വലിയ സീനൊന്നുമില്ല, നമ്മുടെ ചിലവിൻ്റെ പൈസ നമുക്ക് നഷ്ടം വരും എന്നുള്ളത് മാത്രമേ. അപ്പോൾ ബേസിക്കലി റെൻ്റ് എടുക്കാതിരിക്കുക, കമ്മീഷൻ വ്യവസ്ഥ ഇടുക. ഓട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതി കിട്ടും, ഓട്ടോ ഇല്ലെങ്കിൽ നമ്മളത് എഫക്റ്റ് ചെയ്യത്തില്ല. 100-300 രൂപ നഷ്ടം മാക്സിമം. അത് നമ്മൾ ഓടിയെടുക്കുന്ന പൈസ എങ്ങനെ അടിച്ചാലും ആ ചിലവിനുള്ള പൈസ നമുക്ക് എന്തായാലും കിട്ടുന്നുള്ളൊരു ഉറപ്പ്. കാര്യങ്ങൾ പഠിക്കുക. ഒരു മാസം പെർമനൻ്റ് ആയിട്ട് ഒരിക്കലും കമ്മീഷൻ വ്യവസ്ഥ ഓടാൻ നിൽക്കുകയും ചെയ്യരുത്. അത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. കാരണം അവർ നമ്മളെ വെച്ച് പൈസ ഉണ്ടാക്കുന്നല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ മെച്ചമൊന്നും ഉണ്ടാകത്തില്ല. കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം കമ്മീഷൻ വ്യവസ്ഥയിൽ പോവുക. പിന്നെ ഇതിനകത്തുള്ളൊരു ചെറിയൊരു ട്രിക്കുണ്ട്. നമ്മൾ ഫ്ലീറ്റ് ഓടാൻ പോകുമ്പോൾ അവിടുത്തെ ഓണർമാർ മെയിനായിട്ട് പറയുന്നത് ഫ്ലീറ്റ് വണ്ടിയാണ്, പ്രയോറിറ്റി വണ്ടിയാണ്, ഇതിന് കൂടുതൽ ഓട്ടം കിട്ടും എന്നൊക്കെ അവർക്ക് ഡ്രൈവറെ കിട്ടാൻ വേണ്ടി, ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് അവരങ്ങനെ പലതും പറയും. എല്ലാ വണ്ടിക്കും സെയിം ഓട്ടമാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാമല്ലോ, വന്ന സമയത്ത് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഫ്ലീറ്റിനെ പറ്റിയും. പക്ഷേ കൂടുതൽ നമ്മൾ ആൾക്കാരോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ ഓട്ടോ എന്ന് പറഞ്ഞാൽ പ്യുവർ ലക്കാണ്. ഇത് ആരുടെയും കയ്യിലല്ല, ആർക്കും അങ്ങനെ ഓട്ടോ എടുത്ത് വെച്ച് കയ്യിലേക്ക് വരാനൊന്നും പറ്റത്തില്ല. പ്രയോറിറ്റി എന്നൊക്കെ അവർ പറയും. 2 അക്കൗണ്ടിലും പ്രയോറിറ്റി ടിക്ക് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ തന്നെ. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വലിയ ഇതൊന്നുമില്ല. അവരങ്ങനെ നമ്മൾ ഡ്രൈവർമാരെ കിട്ടാൻ വേണ്ടി നമ്മൾ നിൽക്കാൻ വേണ്ടി അവരങ്ങനെ പറയും. 2 വണ്ടിക്കും കിട്ടുന്ന ഓട്ടം സെയിം തന്നെ. ഇനി അഥവാ എന്തെങ്കിലും ഒരു പ്രയോറിറ്റി ഒരു ഫ്ലീറ്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കൂടി വന്ന ഒരു 500 രൂപയുടെ വ്യത്യാസം ഉണ്ടാകും. അതിൽ കൂടുതൽ എന്തായാലും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പം എന്തായാലും ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ. പിന്നെ മറ്റേ പുതിയ വണ്ടി എടുക്കുന്നതിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ക്ലാരിറ്റി പറയാനുണ്ട്. ഈ പുതിയ വണ്ടി എടുക്കുന്നതിൽ 2-3 കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് പുതിയ വണ്ടി എടുക്കുന്നത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, വണ്ടി അവർക്ക് പ്രൈവറ്റ് ഓട്ടം ഉള്ളവരാണെങ്കിൽ ആ വണ്ടിക്ക് പരിഗണനയുണ്ട്. കാരണം അവർക്ക് വേറെ പേഴ്സണൽ ഓട്ടം ഉള്ളവർക്ക് നല്ല വണ്ടി എപ്പോഴും വേണം, അത് നമ്മൾ പരിഗണിക്കണം. പിന്നെ 2021 മോഡൽ വണ്ടിയിൽ ഇച്ചിരി മോഡൽ കൂടിയ വണ്ടിക്ക് ഒന്നും കൂടി ഓട്ടം കൂടുതലും ഉണ്ട്. അപ്പോൾ ആ ഒരു കാരണം നമ്മൾ കൺസിഡർ വെച്ച് എന്നാൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറയില്ല, ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ ഒരു വ്യത്യാസം കൺസിഡർ ചെയ്യുന്നവർക്ക് പുതിയ വണ്ടി എടുക്കാം. പക്ഷെ ഞാൻ ഒരു ആവറേജ് ഇത് വെച്ചാണ് പറയുന്നത്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടി മതി എന്നാണ്. പക്ഷെ പുതിയ വണ്ടി എടുക്കുന്ന മണ്ടത്തരാണ്. വേറെ ഒരുപാട് ഫാക്ടേഴ്സ് അതിനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കിട്ടുന്ന പൈസ സെയിമാണ്. നമ്മൾ മുടക്കുമ്പോൾ 7 ലക്ഷം രൂപ അടക്കിട്ട് 100 രൂപ കിട്ടുന്നതും 2.5 ലക്ഷം രൂപ എടുത്ത് 100 രൂപ കിട്ടുന്നതും രണ്ടും രണ്ടല്ലേ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ പേഴ്സണൽ ഓട്ടോ ഉള്ളവർക്ക് പുതിയ വണ്ടി എടുക്കാം. ഓക്കെ, പേഴ്സണൽ ഓട്ടോ ഉള്ളവർക്ക് എടുക്കാം. പിന്നെ പുതിയ വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, അതിന് യൂബർ ഓടുന്നൊരു കാരണമാക്കി അതൊക്കെ അവരുടെ ഒരു ഇതാണ്. ഉചിതമായ ഡിസിഷൻ എടുക്കുന്നത് അവരുടെ ഒരു തീരുമാനം ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദെൻ സീ യു അഗൈൻ, ബൈ.